നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് നമ്മളുടെ കൂടെ നമുക്ക് വളരെ സുപരിചിതയായ ടെലിവിഷനിൽ കൂടി വർഷങ്ങളോളം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നല്ലൊരു ടെലിവിഷൻ അവതാരകയും എഴുത്തുകാരിയും അഭിനേത്രിയും എന്ന് വേണ്ട ഇങ്ങനെ നിരവധി വിശേഷങ്ങളുള്ള ഒരു വ്യക്തിയാണ് രഞ്ജിനി മേനോനും ഭർത്താവ് രാജഗോപാല മേനോനും. പിന്നെ ഒരു വലിയ കവയത്രിയും കൂടിയുണ്ട് എന്റെ മുമ്പിൽ, അമ്മു എന്ന മാളവിക. നമസ്കാരം. എന്തുണ്ട് രഞ്ജിനി വിശേഷം? സത്യം പറഞ്ഞാലേ ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. ചേച്ചി ഇങ്ങനെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്നു പ്രേക്ഷകരുടെ മുന്നിൽ എന്ന് പറയുന്നത് തന്നെ ഗ്രേറ്റ് ഓണർ ഫോർ us, ഗ്രേറ്റ് ഓണർ ഫോർ മീ. അതല്ലേ സന്തോഷം. താങ്ക് യു. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന പോലെ പറഞ്ഞു. സന്തോഷം. അല്ലാട്ടോ, ഞാൻ സത്യം പറഞ്ഞതാ. ഞാനിവിടെ വന്നിരിക്കുന്നവരോടൊക്കെ ആദ്യം പറയും എന്നെ കുറച്ച് പുകഴ്ത്തിക്കോളൂ. അല്ല, ഞാനേ സത്യം പറയാൻ വയ്യല്ലോ, എന്തൊരു കഷ്ടമാണിത്. പറയൂ, എന്തുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അതിഥി സേവയാണ്. ഞങ്ങള് വയനാട് കൽപ്പറ്റയ്ക്ക് അടുത്തൊരു സ്ഥലത്ത് നമ്മളൊരു ഫാം സ്റ്റേ നടത്തുന്നുണ്ട്. അപ്പൊ ഇപ്പൊ താമസം എറണാകുളത്ത് നിന്ന് വയനാട്ടിലേക്ക് മാറി. എന്നിട്ടൊരു മനോഹരമായ സ്ഥലം. അതെ, ഒരു വളരെ കാൽപ്പനികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തില് കുറെ ചായത്തോട്ടം, നടുവിൽ കുറെ കാപ്പിത്തോട്ടം, അതിന്റെ അകത്തൊരു 80 വർഷം പഴക്കമുള്ള ഒരു വീട്, പഴയ ഒരു എസ്റ്റേറ്റ് ബംഗ്ലോ. ജീവിതം നല്ല ആസ്വദിക്കുന്നുണ്ട്. കൊള്ളാം. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, എപ്പോഴും ഇങ്ങനെ ഗസ്റ്റ് ഇങ്ങനെ വരുമ്പോഴേ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ സത്യം പറഞ്ഞ വയനാട്ടിലേക്ക് പോയത് എനിക്ക് കുറെ കൂടി എഴുത്തിൽ സജീവമാവണം, കുറെ കൂടി റിലാക്സ് ചെയ്യണം എന്നൊക്കെ വെച്ചാ. പക്ഷേ സത്യം പറഞ്ഞ അവിടെ ചെന്ന് എന്റെ ഭർത്താവ് എന്നെ കുടുക്കി കളഞ്ഞു. നേരത്തെ ഇവിടുന്ന് പ്ലാൻ ചെയ്തിട്ടാണോ കൊണ്ടുപോയത്? ആണോ, ഇവിടുന്ന് പ്ലാൻ ചെയ്തിട്ടല്ലേ കൊണ്ടുപോയത്? കുറച്ചുകൂടി റിലാക്സ് ചെയ്യാന്ന് വെച്ചിട്ടാ പോയത്. പക്ഷെ ഇപ്പൊ അവിടെ ചെന്നപ്പോ ഇവിടുത്തെ ഇരട്ടി പണികളാണ് അവിടെ. ഗസ്റ്റ് വന്ന അടുക്കളയിൽ നിന്ന് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പുറത്ത് വന്ന് ഗസ്റ്റിന്റെ അടുത്ത് ഇരിക്കുമ്പോ എന്റെ മനസ്സിൽ ഞാൻ ആലോചിക്കും, ദൈവമേ മീൻ പൊള്ളിക്കുന്നതിന് ഉപ്പ് കുറവായിരിക്കും അവര് ചെയ്താ, അല്ലെങ്കിൽ ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വെച്ച മധുരം ഏലക്ക ചേർത്തിട്ട് അവർ മറന്നു പോവോ, ഇങ്ങനെയൊക്കെ ഈ ടെൻഷനാ. അപ്പോ നമ്മൾ എന്ത് ചെയ്യും, ഫുൾ ടൈം അവിടെ തന്നെ ആവും. അങ്ങനെ എന്താ പറയാ, അതൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് കൃഷിയുണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിനൊരു സമയം വെക്കാനും പറ്റില്ല അല്ലെ? ഇത്ര മാസത്തിൽ ഇത്ര ദിവസം അങ്ങനെ വെക്കാനും പറ്റില്ല അല്ലേ? ഇല്ലില്ല. ഗസ്റ്റ് എവിടുന്നൊക്കെയോ വരിക നമുക്കറിയില്ലല്ലോ. വടക്കേ ഇന്ത്യക്കാരുണ്ടാവും, ഫോറിനേഴ്സ് ഉണ്ടാവും. അവിടുത്തെ സീസൺ ഇപ്പൊ ശരിക്കും സീസണാണ്. അപ്പൊ അവിടെ തണുപ്പുള്ളപ്പോ ഇവിടെയും തണുപ്പാ നമുക്ക്, എങ്കിലും ഈ സമയത്ത് സീസൺ കൂടുതലാണ്. അപ്പൊ ഈ മാസം ഞങ്ങൾ പറയാ ഇപ്പൊ കുറച്ച് ഗസ്റ്റ് ഇനി കുറയ്ക്കാം എന്ന് പറഞ്ഞാൽ നടക്കൂ. അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അവരുടെ ഇഷ്ടത്തിന്. അതിഥി സേവ തന്നെ. അപ്പൊ ജീവിത ആസ്വാദനം കുറയില്ലേ? അല്ല, നമ്മള് ഇന്നവേ ആസ്വദിക്കുന്നതാണല്ലോ. അല്ല, ഒരു കാര്യം, എന്നാൽ ഇതിങ്ങനെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്കിടെ എല്ലാ ദിവസവും ഗസ്റ്റ് എന്നല്ല പറയണത്, ഒരാഴ്ചയിലുണ്ട് ഒരു 4 ദിവസം 3 ദിവസമൊക്കെ. അതെന്താണെന്നറിയോ, രാജഗോപാലിന് അവിടെ ഇരുന്ന് ഡയലോഗ് വിട്ടാൽ മതി, ഇതിന്റെ ഉത്തരവാദിത്തം സമ്മതിക്കുന്നുണ്ട്. നമുക്ക് അത് പറ്റില്ലല്ലോ. പിന്നെ അവരുടെ മുന്നിൽ വെച്ച് ഇദ്ദേഹം എന്നോട് നല്ല വാക്കൊക്കെ പറയോ എന്നെ പറ്റി. അപ്പൊ പിന്നെ നമുക്കത് കുറയ്ക്കാനും പറ്റില്ല. രഞ്ജിനി നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യുന്ന പറഞ്ഞാല് അപ്പൊ അത് കാണിച്ച് തെളിയിച്ചു കൊടുക്കണ്ടേ? രഞ്ജിനിക്ക് ഒരു 50 തരം സാലഡ് അറിയാം കേട്ടോ എന്ന് സായിപ്പിനോട് പറഞ്ഞാ ഞാൻ കുറഞ്ഞത് 2 സാലഡെങ്കിലും ഉണ്ടാക്കി കൊടുക്കാതെ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നത് എങ്ങനെയാണ് ഇതിലേക്ക്? അങ്ങനെ വന്ന് എത്തിപ്പെട്ടതാണോ അതോ? അല്ല, ഇത് കുറച്ചു കാലം മുമ്പ് തന്നെ കുറച്ച് പരിസ്ഥിതി പ്രവർത്തനവും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോ നമ്മളായിട്ട് എന്തെങ്കിലും ആ ഏരിയയിൽ ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോ ദിവസം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഈ ഭക്ഷണത്തിന്റെ പുറകിലുള്ള ഒരു കഥയെ പറ്റി ആലോചിച്ചപ്പോ വൈ കാണ്ട് വി ഡു, നമുക്ക് ചെയ്തുകൂടെന്ന്. പിന്നെ കല്യാണത്തിന് മുമ്പ് തന്നെ കല്യാണ സമയത്ത് തന്നെ ഞങ്ങളിങ്ങനെ പലതും അല്ല നീ പറയരുത് കേട്ടോ. ആ സമയത്ത് ഞങ്ങളിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഞങ്ങളിങ്ങനെ പറയായിരുന്നു കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും, കേരളത്തിനകത്ത് വാങ്ങാൻ അത്രയും പൈസ ഇല്ല അപ്പൊ നമ്മുടെ കയ്യില്. അപ്പൊ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും കുറച്ച് സ്ഥലമൊക്കെ മേടിച്ച് നമുക്ക് കുറെ സിനിമയിലൊക്കെ കാണുന്ന പോലെ കുറെ പച്ചക്കറിയും പൂക്കളൊക്കെ കൃഷി ചെയ്ത് അവിടെ ഒരു കൊച്ചു വീടൊക്കെ വെച്ച് താമസിക്കണം, ഒരു വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സങ്കല്പം. അങ്ങനെ ആകസ്മികമായിട്ട് ഞങ്ങള്
അന്ന് അത്ര പൈസ ഒന്നുമില്ല കയ്യില്. എങ്ങനെയൊക്കെയോ അങ്ങനെ തന്നെ പറയണം, ഒരു ചെറിയ സ്ഥലം പൊള്ളാച്ചിയിൽ വാങ്ങിച്ചു. സിനിമ ലൊക്കേഷൻ ആണല്ലോ അവിടെ. അങ്ങനെ അവിടെ കുറച്ച് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തക്കാളി കൃഷിയും സൂര്യകാന്തി പൂക്കളുടെ കൃഷിയും കുറച്ച്. വലിയൊരു ഭൂസ്വത്തിന്റെ ഉടമയാണപ്പോ ഇരിക്കുന്നത്. അങ്ങനെയല്ല, അവിടെ ഒന്നും വേലയില്ലാന്ന്. ഇവിടുത്തെ പോലൊന്നും അല്ല. അവിടെ 30 ഏക്കർ എന്ന് പറഞ്ഞാല് ഇവിടെ ഈ സിറ്റിയുടെ നടുവിൽ ഒരു ഇത്തിരി സ്ഥലം മേടിക്കണ പോലെയാ. അത് ശരി. ഇങ്ങനെയൊക്കെ ഞാൻ രഞ്ജിനി ഇത്രയും ഡെവലപ്പ് ചെയ്ത് ഞാൻ അറിഞ്ഞില്ല. ഇതൊക്കെ ചുമ്മാ പറയട്ടോ ചേച്ചി. ചേച്ചി നമ്മളെ സൂചിപ്പിക്കാന്ന് മനസ്സിലായല്ലോ. അല്ലല്ല, ആക്ച്വലി എന്താ ചെയ്യുന്നത് ഇപ്പൊ? ഇതല്ല, ഞാൻ ഇപ്പൊ ഇതന്നെ. ഇതിനു മുമ്പ് എന്ത് ചെയ്തിരുന്നു? കുറച്ച് ബിസിനസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടുന്ന് കിട്ടിയതിന്? ഇതിങ്ങനെ വന്ന് രഞ്ജിനിയെ ഫാദറിനെ എനിക്കറിയായിരുന്നു. നേരത്തെ ഞങ്ങള് ഒറ്റപ്പാലം സ്വദേശം. എന്റെ നാട് ഒറ്റപ്പാലത്താണ്. ഞാൻ പഠിച്ചതൊക്കെ തൃശ്ശൂരായിരുന്നു. പിന്നെ എറണാകുളത്ത് വന്ന് സെറ്റിൽ ചെയ്തു. അപ്പൊ അതിനു മുമ്പ് തന്നെ ആ സമയത്ത് എറണാകുളത്ത് വന്ന സമയത്തൊക്കെ എങ്ങനെ സൗഹൃദമുണ്ടായി? അല്ല, പച്ചയ്ക്ക് പറയാം, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നെ എപ്പോഴോ ആ സൗഹൃദത്തിൽ ഡിഫറെന്റ് ഫീൽഡിലല്ലേ നിങ്ങൾ? അതെ അതെ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, അച്ഛനുമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നല്ലോ. അതിൽ നിന്ന് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായി, സത്യമാണത്. പക്ഷെ ആ സൗഹൃദമുള്ള സമയത്തൊക്കെ ഞാൻ രാജഗോപാലിന് വേറെ കുട്ടികളെ കല്യാണം ആലോചിച്ചിട്ടുണ്ട്. ഞാൻ കല്യാണം ആലോചിച്ചത് ഇത്രേ ഉള്ളൂ, നല്ലൊരു വ്യക്തി, എനിക്ക് ഇഷ്ടപ്പെട്ട പേഴ്സണാലിറ്റി. നമ്മള് ചേച്ചി സ്ത്രീകൾക്ക് മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവുള്ളൂ, പുരുഷന്മാർ ഇങ്ങനെ ആയിരിക്കണം സ്ത്രീകളോട് ഇടപെടേണ്ടതെന്ന്. എന്നെ പൊതുവെ അഹങ്കാരിയായിട്ടാണല്ലോ മലയാളികൾ കാണുന്നത്. അങ്ങനെയുണ്ടോ? രഞ്ജിനിക്ക് അങ്ങനെ? എനിക്കുണ്ട്, ചേച്ചിക്കുണ്ടെന്ന് അറിയാം. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്റെ കാഴ്ചപ്പാടിലുള്ള ഒരു പുരുഷൻ എന്നെ അല്ല, ഇനി വേറൊരു പെൺകുട്ടിയാണെങ്കിലും കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഹസ്ബൻഡ് എന്നൊക്കെയുള്ള എന്റെ ഒരു മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു. കൊള്ളാല്ലേ? അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ വീട്ടിലെ ഒരു കസിൻ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കല്യാണം ആലോചിച്ചു. പക്ഷെ എന്തുകൊണ്ടോ ഇദ്ദേഹം ആ പെൺകുട്ടിയെ കാണാനും പോയില്ല. ഫോട്ടോ ഒക്കെ കണ്ടിട്ട് പറഞ്ഞു കൊള്ളാം, നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞു. ജാതകമൊക്കെ നോക്കി, ഇവര് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് നല്ല ഉയരമുണ്ട്. എനിക്കാണെങ്കിൽ 5 അടി 2 ഇഞ്ച്, ഇദ്ദേഹമാണെങ്കിൽ 6 അടി 2 ഇഞ്ച്. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കില്ലല്ലോ. അങ്ങനെ ആലോചിച്ചിട്ട് ഇദ്ദേഹം പോയി കാണുന്നുമില്ല, ഒന്നും ശരിയാവുന്നുമില്ല. പിന്നെ നമ്മൾ ഓർക്കുണ്ടോ, ഒരു ICSE ബാങ്കിൽ ഒരു ദിവസം ഒരു പെണ്ണ് കാണാൻ പോയത്? ആർക്കൊക്കെയോ വേണ്ടി. അല്ല, ഞങ്ങൾ സുഹൃത്തുക്കളാവുമല്ലോ. നമ്മളൊരു പെണ്ണിനെ കണ്ടാ രാജഗോപാലിന് അത് പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ നോക്കി ഒന്നും അങ്ങ് ഇദ്ദേഹം എന്തായിരുന്നു ഉദ്ദേശം എന്ന് എനിക്കറിയില്ല, വേണമെങ്കിൽ ചേച്ചി ചോദിച്ചു. അതിലേക്ക് വരാം. പക്ഷെ അവസാനം വന്നിട്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ആ കുട്ടിയെ പോലെയല്ല, നിന്നെ പോലത്തെ ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം. അപ്പൊ ഞാനും പെട്ടെന്ന് എടുത്തടിച്ച് ഞാൻ പറഞ്ഞു, എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. ഇനി പുള്ളിയോട് ചോദിച്ചു നോക്കെ എന്തായിരുന്നു സത്യം. അല്ല, ഇത് മനസ്സിലുണ്ടായിരുന്നോണ്ട് തന്നെയാണോ? ഒന്നും വേണ്ട അങ്ങനെയോ ഒന്നുമില്ല. കണ്ടോ, വിട്ടുപറയില്ല. ചില ഇപ്പൊ നമ്മള് തലവിധി എന്നൊക്കെ പറയില്ലേ, അപ്പൊ ചില ഇതായിരിക്കും. പക്ഷെ ഇപ്പൊ സന്തുഷ്ടനാണ്. അതെ അതെ അതെ. ചേച്ചി ഈ പ്രേമിച്ച് കല്യാണം കഴിച്ച ആൾക്കാരെ ഞങ്ങള്, സത്യമാണല്ലോ അത്. പക്ഷെ ഇപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞ കേട്ടോ ഇങ്ങനെ തലവിധി. അല്ല, തലവിധി നല്ലതും ആവാലോ. മോശമായിട്ടല്ല ഞാൻ പറഞ്ഞത്, മോശമായിട്ടല്ല പറഞ്ഞത്. ഇപ്പൊ നമ്മള് വിചാരിക്കാതെ മാളു എന്റെ അടുത്ത് നേരത്തെ അമ്മു എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞു മാളവിക എന്നുള്ളത് നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞു വഴക്ക് തുടങ്ങുന്നത് അമ്മയാണ് എപ്പോഴും. അതെന്തെന്നറിയോ ചേച്ചി, ഞാനല്ല, അത് എന്നെ കൊണ്ട് തുടങ്ങിപ്പിക്കുന്നത് ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്ത്. പിന്നെ ഇവളെ എപ്പോഴും അച്ഛന്റെ ഭാഗമാണ് പറഞ്ഞു, അച്ഛനെയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. കാരണം അച്ഛൻ സോപ്പിടാൻ വേണ്ടി അവൾക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കും, അവളെ അടിക്കില്ല, വഴക്ക് പറയില്ല. അമ്മ അങ്ങനെയല്ല, പഠിപ്പിക്കുമ്പോ അടി കൊടുക്കും, ചിലപ്പോ നല്ല ചീത്ത പറയും. TV കണ്ടോണ്ട് ഒരുപാട് സമയം ഇരുന്നാ ഞാൻ നല്ല വഴക്ക് പറയും.